ചേട്ടാ, അങ്ങനെ 10 വർഷത്തിന് ശേഷം ഒരു വിദ്യാർത്ഥി സംഘടന വീണ്ടും ലൈവ് ആക്ഷനിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് തെരുവിലേക്ക്. ഇന്നലെ പാളയത്ത് SFI KSU പരസ്യമായിട്ടുള്ള സംഘർഷം ഉണ്ടായിരുന്നു. അതായത് യൂണിവേഴ്സിറ്റി കോളേജിൽ തിളക്കമാർന്ന വിജയം നേടി SFI അവരുടെ വിജയാഘോഷത്തിന് നേരെ KSU മർദ്ദനമുണ്ടാക്കി എന്നാണ് SFIയുടെ വാദം. ഇനിയും പരസ്യമായിട്ടുള്ള ഒരു പോരിന് ഇറങ്ങാനാണോ ഇതുപോലെ SFIയുടെ ഒരു നീക്കം? ഉറപ്പായിട്ടും അങ്ങനെയാണല്ലോ വേണ്ടത്. അങ്ങനെയല്ലേ വേണ്ടേ? ഏതൊരു സിനിമയിൽ മംഗലശ്ശേരി നീലകണ്ഠൻ ചോദിക്കുന്ന പോലെ അതങ്ങനെയാണല്ലോ വേണ്ടത് എന്ന് പറയുന്ന പോലെയാണ്. 10 വർഷങ്ങൾ നീണ്ടു നിന്ന ഇടത് ഭരണം അവസാനിച്ചു. അതിൽ ആദ്യത്തെ 5 വർഷക്കാലം ജനപ്രിയ ഭരണവും പിന്നീട് നടന്ന 5 വർഷക്കാലം ജനദ്രോഹപരമായ ഭരണവുമാണ് നടന്നത്. ഈ 10 വർഷക്കാലം ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെ യാതൊന്നും മിണ്ടാതെ വായടക്കി പിടിച്ച് അടിമകളെ പോലെ ജീവിച്ച SFI കൂട്ടം, DYFI കൂട്ടം ഇന്നലെ അവരുടെ പഴയ മാസ് പെർഫോമൻസിലേക്ക് വരാനുള്ള ശ്രമമാണ് തിരുവനന്തപുരത്ത് നടന്നത്. സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ മത്സരങ്ങളിൽ ഒരു കക്ഷി വിജയിക്കുമ്പോൾ സ്വാഭാവികമായ ചെറുത്തുനിൽപ്പുകളും എതിർപ്പുകളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. അതിപ്പോൾ SFI ജയിച്ചാൽ KSUക്കാർ അവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നതും തിരിച്ച് KSU ജയിച്ചാൽ SFIക്കാർ പാഞ്ഞെടുക്കുന്നതും ഒക്കെ നമ്മുടെ സമര ചരിത്രത്തിലുള്ളത് തന്നെയാണ്. പക്ഷെ ഇന്നലെ തിരുവനന്തപുരത്ത് നടന്നത് ഒരു SFI KSU സംഘർഷം ഉണ്ടാകുന്നു. അത് പോലീസ് ഇടപെട്ട് തല്ലി ലാത്തി ചാർജ് നടത്തി പരസ്പരം ഓടിച്ചു വിടേണ്ട വിഷയമാണ്. എന്നാൽ ഇതിനെ കൂടുതൽ സംഘർഷഭരിതമാക്കി മാറ്റാനാണ് CPMൻ്റെ നേതാക്കന്മാർ ശ്രമിച്ചതെന്ന് ഇന്നലത്തെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പ്രത്യേകിച്ച് AR റഹീമിനെ പോലെ രാജ്യസഭാ MP ആയിരിക്കുന്ന ഒരാൾ ആ സമര വേദിയിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ ആക്രോശിക്കുന്ന രംഗങ്ങൾ കണ്ടു. SFIക്കാർ ഇരിക്കട എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ SFIക്കാർ ഇരുന്നില്ല, അത് വേറൊരു സത്യം. അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ പറയുന്നത് പോലെ, രാഹുൽ മാങ്കൂട്ടത്തിന് പറയുന്നതിന് മാനങ്ങൾ പലതാണെങ്കിൽ പോലും SFIക്കാരോട് ഇതേ ഞങ്ങൾക്കും പറയാനുള്ളൂ, റഹീം പറഞ്ഞതേ പറയാനുള്ളൂ, ഇരിക്കട അവിടെ. ഇനി 5 വർഷക്കാലങ്ങളിൽ VD സതീശൻ ഭരിക്കും, ഇവിടുത്തെ ആഭ്യന്തരം ഈ പറയപ്പെടുന്ന രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യുമെന്നുമാണ്. എന്തായാലും ഇന്നലെ സമരത്തിൽ പങ്കെടുത്ത 10ഓളം SFI നേതാക്കന്മാർ, ശിവപ്രസാദ് അടക്കമുള്ള നേതാക്കന്മാർക്ക് രമേശ് ചെന്നിത്തലയുടെ പോലീസ് കണക്കിന് കൊടുക്കുക മാത്രമല്ല കേസെടുത്തിട്ടുണ്ട്, കേസിൽ പ്രതികളായിട്ടുണ്ട്. ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് അവരുടെ പ്രകടനമുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പ് മുടക്കാനും SFI തീരുമാനിച്ചു. പ്രത്യേകിച്ച് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് പഠിപ്പ് മുടക്കാൻ പറ്റിയ സമയമാണ്. മധ്യവേനലാവധി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പഠിപ്പ് മുടക്കാം. പ്രൊഫഷണൽ കോളേജുകളൊക്കെ ക്ലാസ് ഉണ്ടാകാം. എന്തായാലും SFI അവരുടെ നഷ്ടപ്പെട്ട ഊർജം വർദ്ധിത വീര്യത്തോടു കൂടി തിരിച്ചു പിടിക്കാനുള്ള പ്രതാപകാലത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു നീക്കമാണ്. എന്തേ വൈകി എൻ്റെ പൊന്ന് ഇടതുപക്ഷമേ എന്നേ എനിക്ക് ചോദിക്കാനുള്ളൂ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. 10 വർഷക്കാലങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരനെ തിരിഞ്ഞു നോക്കാതെ, സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ, സാധാരണ സമരങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇടതുപക്ഷ നേതാക്കന്മാർ, ഇവർക്ക് എന്തെങ്കിലും ആർജവം ഉണ്ടായിരുന്നെങ്കിൽ, DYFIക്കോ SFIക്കോ എന്തെങ്കിലും ആർജവം ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ പ്രശ്നങ്ങൾ, വിദ്യാർത്ഥികളുമായ പ്രശ്നങ്ങൾ വേറെ, അല്ലാതെ പൊതുജനത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വേറെ ഇവിടെ നിലനിൽക്കുകയാണ്. എറണാകുളത്ത് ഈ ഭൂപ്രശ്നം നിലനിൽക്കുമ്പോൾ 8ഓളം വീടുകളെ പുനരധിവസിപ്പിക്കും എന്ന് സർക്കാർ പറയുമ്പോൾ MV ഗോവിന്ദൻ മാഷൊക്കെ ചെന്ന് നിങ്ങളെ ആരും ഇറക്കി വിടില്ല കേട്ടോ, MV ഗോവിന്ദൻ നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ഇവർ ഇച്ചുകൊണ്ടിരുന്നപ്പോൾ 14 തവണയാണ് ഇറക്കി വിടാൻ പോലീസ് അവിടെ എത്തിയതെന്നുള്ള യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന വേലത്തരങ്ങളും. സുപ്രഭാതത്തിലാണ് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. ശ്രീനിജൻ മുൻ MLA ഞാനത് ശ്രീനിജനെ കുറ്റം പറയില്ല. ശ്രീനിജൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തന്നെ അവർക്കൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ശ്രീനിജന് MLA എന്ന നിലയിൽ സംസ്ഥാന സർക്കാരുമായി ഇവരെ ഒരു സമവായത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഒരു സ്ത്രീ, എന്താണ് അവരുടെ പേര്? ഹർഷിനയ്ക്ക് ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഓഫീസ് അസിസ്റ്റന്റ് നിയമനം കൊടുത്തിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഇടതുപക്ഷ സർക്കാർ ചെയ്തിരുന്നെങ്കിൽ എത്ര മനോഹരമാകുന്ന ഒരു കാഴ്ചയായിരുന്നു. മെഡിക്കൽ നെഗ്ലിജൻസ് എല്ലാ സർക്കാരുകളുടെയും കാലഘട്ടങ്ങളിൽ ഉണ്ടാകാറുണ്ട്. അതുണ്ടാകാതിരിക്കണം എന്നുള്ളത് അതാണ് വേണ്ടത്. ഇപ്പോൾ ഇന്നും ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. തുന്നലിൽ മരക്കഷ്ണം മുറിവിൽ കുടുങ്ങിയ കാഴ്ച. ഇത് 2 മാസം മുമ്പുള്ളതാണ് കേട്ടോ. LDF സർക്കാർ ഉണ്ടായിരുന്ന കാലത്താണ്. എങ്കിൽ പോലും അതിന്റെ പഴി UDF സർക്കാരിലേക്ക് വരാൻ. അല്ല, ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്താ? ഞാൻ സിമ്പിളായി ചോദിക്കട്ടെ. ഇത്രയും മെഡിക്കൽ നെഗ്ലിജൻസും അശ്രദ്ധയും ഉണ്ടാകാം. ഒന്ന്, ഡോക്ടർമാരുടെ ഭാഗത്ത് പിഴയാണെന്ന് പറയുമ്പോൾ
കേരളത്തിലെ ആരോഗ്യരംഗത്ത് പരിമിതമായ ജീവനക്കാരെ വെച്ചുകൊണ്ടാണ് ഒരു വലിയ പക്ഷം രോഗികൾക്ക് ഇവർ ചികിത്സ കൊടുക്കുന്നത്. ഈ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെല്ലാം പോലീസുകാരെ പോലെ തന്നെ ഭയങ്കര സ്ട്രെസ്സിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ സമാധാനത്തോടു കൂടി ചെയ്യേണ്ടുന്ന ജോലിയാണ് ഈ മെഡിക്കൽ മേഖലയിലെ പ്രത്യേകിച്ച് സർജറി വിഭാഗത്തിൽ ഉള്ള ആളുകളുടെ ജോലി. കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ബഹുമാനായ ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ ഒരു പ്രസ്താവന പറഞ്ഞത്, ഉദ്ഘാടനം ചെയ്യപ്പെട്ട കെട്ടിടങ്ങൾ വെറുതെ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. പണി തീർന്ന് കിടക്കുന്ന പല കെട്ടിടങ്ങളും ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആഭ്യന്തര വകുപ്പുമായി ഹോം ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഈ തസ്തികകൾ സൃഷ്ടിച്ച് അവിടെ ആവശ്യമുള്ള ജീവനക്കാരെ റിക്രൂട്ട് ചെയ്തതിന് ശേഷം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയതിന് ശേഷം നമുക്ക് ഉദ്ഘാടനം നിർവഹിക്കാം എന്നുള്ളതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വലിയ സ്ഥലപരിമിതിയും പ്രശ്നങ്ങളും നിലനിൽക്കുമ്പോഴാണ് UDF സർക്കാർ ഒരു മെഡിക്കൽ കോളേജ് കൂടി കൊണ്ടുവരുമെന്ന ജനങ്ങൾക്ക് വാക്ക് കൊടുക്കുന്നത്. ശരിക്കും അത് പോസിബിൾ ആണോ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിന് ഇനിയൊരു സ്കോപ്പ്? പിന്നെന്താണ്, വലിയ അതിഭീകരമായ സ്കോപ്പല്ലേ ഉള്ളേ. ഉള്ള സ്ഥലം വരെ കണ്ടുവച്ചിട്ടല്ലേ പറയുന്നത്. അപ്പോൾ തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നീട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജാണ് തൊട്ടടുത്തുള്ളത്. പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജാണ്. ഈ വണ്ടാനത്തിനും പാരിപ്പള്ളിക്കും ഇടയിൽ ഹരിപ്പാട് ഒരു മെഡിക്കൽ കോളേജ് കൂടി വരുന്നുണ്ട്. കോന്നി മെഡിക്കൽ കോളേജുണ്ട്. ഈ മെഡിക്കൽ കോളേജുകളിലേക്ക് നിയമനങ്ങൾ പൂർത്തീകരിച്ച് ഇപ്പം നോക്കൂ, ഇപ്പം എൻ്റെ വീട് പത്തനാപുരം നിയോജകമണ്ഡലത്തിലാണ്. എനിക്കവിടെ പോകാൻ എളുപ്പമുള്ള മെഡിക്കൽ കോളേജ് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയേക്കാൾ പത്തനംതിട്ട ജില്ലയിലെ കോന്നി മെഡിക്കൽ കോളേജിലേക്കാണ്. പക്ഷേ ഈ പത്തനാപുരം താലൂക്ക് ആശുപത്രി ഇതൊരു സംവിധാനം ഇല്ല എങ്കിൽ പോലും പുനലൂർ താലൂക്ക് ആശുപത്രിയിലും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും ഒക്കെ വരുന്ന രോഗികളെ പെട്ടെന്ന് സജസ്റ്റ് ചെയ്യുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ്. അത് പാരിപ്പള്ളിയിലേക്കോ കോന്നിയിലേക്കോ ഒന്നും അല്ല. അപ്പോൾ ആ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ റഷ് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ആവശ്യമായ ചികിത്സകൾ നൽകാനുള്ള സൗകര്യങ്ങൾ, മാൻപവർ, ഉദ്യോഗസ്ഥർ ഡോക്ടർമാർ, മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ ഇവരാരും ഈ കോന്നിയിലോ പാരിപ്പള്ളിയിലോ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോഴാണ് നമ്മുടെ ഡോക്ടർ ഹാരിസ് ചെറക്കലിന്റെ ആ ഒരു വാക്കുകൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രസക്തം. അല്ല, അത് ഞാൻ പറഞ്ഞത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഉള്ളതുപോലെയുള്ള സജ്ജീകരണങ്ങളെ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും കൊണ്ടുവന്നാൽ ഇങ്ങോട്ടേക്കുള്ള ഒഴുക്ക് കുറയും. ഇപ്പോൾ എറണാകുളത്ത് കളമശ്ശേരി മെഡിക്കൽ കോളേജുണ്ട്. താലൂക്ക് ആശുപത്രിയുടെ മാത്രം പരിമിതമായ സൗകര്യങ്ങളാണ് ആ ആശുപത്രിയോട് പ്രവർത്തിക്കുന്നത്. എറണാകുളത്ത് സ്വകാര്യ മെഡിക്കൽ കോളേജുകളും സ്വകാര്യ സ്ഥാപനങ്ങളും ഒരുപാട് ഉള്ളതുകൊണ്ടാണ് പണം പോയാലും കുഴപ്പമില്ല, ജീവൻ മതി എന്ന് വിചാരിച്ച ആളുകൾ അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് ഒരു മെഡിക്കൽ കോളേജ് ക്യാമ്പസ് കൂടി വരുന്നതോടുകൂടി, അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ കൂടി വരുന്നതോടുകൂടി ഈ പറയപ്പെടുന്ന അതിനൊപ്പം ഹരിപ്പാട് പോലെയുള്ള പുതിയ മെഡിക്കൽ കോളേജുകളും നിലവിലുള്ള മെഡിക്കൽ കോളേജുകളെ കൂടുതൽ സ്റ്റാഫുകളോടുകൂടി വീണ്ടും സെറ്റ് ചെയ്യുന്നതോടുകൂടി ഈ ആശുപത്രികളിലേക്കുള്ള ആളുകളുടെ എണ്ണം പല ഇടങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിട്ടുകൊണ്ട് ഈ സൗകര്യങ്ങൾ കൂടുതൽ ഒരുക്കാൻ സാധിക്കും. ദീർഘവീക്ഷണത്തോടെയാണ് ഈ ഒരു ഗവൺമെൻറ് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്. അതാണ് എൻ്റെ ഒരു ചോദ്യം. എന്താണെന്ന് വെച്ചാൽ UDF ഗവൺമെൻറ് കയറി ഒരു 2-3 ആഴ്ച ആകുന്നേ ഉള്ളൂ. അപ്പോഴേക്കും സാധാരണക്കാരന് എന്താണ് വേണ്ടത് എന്നുള്ള രീതിയിലുള്ള വികസനങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ 10 വർഷം LDF സർക്കാർ ഭരിച്ചിട്ടും എന്തൊക്കെയാണ് വേണ്ടതെന്ന് അവർക്ക് ഇതുവരെ അറിയില്ല. അല്ല, അതുകൊണ്ടല്ല, ഇതൊരു ഈഗോ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ അടുത്ത് സമരം ചെയ്ത് നിങ്ങളൊന്നും നേടണ്ട. സമരം ചെയ്തിട്ടുള്ള ആർക്കെതിരെ ഇവരൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല. ചവറ മണ്ഡലത്തിലെ വേണുചേട്ടൻ ചികിത്സാ പിഴവ് കൊണ്ട് മരിച്ചത് നമ്മളറിയാം. അദ്ദേഹത്തിന് 5 ലക്ഷം രൂപയുടെ പ്രത്യേക ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് വനംവകുപ്പുമായി ബന്ധപ്പെട്ട് ആന ചവിട്ടിക്കൊന്ന വയനാട്ടിലെ ആ സ്ത്രീക്ക് 5 ലക്ഷം രൂപ ഷിബു ബേബി ജോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഷിബു ബേബി ജോൺ പറഞ്ഞു, ആരും എൻ്റെ മണ്ടയ്ക്ക് കുതിരയേറാൻ വരണ്ട, ഞാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്തിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ, ഞാൻ ഈ വിഷയങ്ങളെ പഠിച്ച് വന്യജീവി പ്രശ്നം തീർക്കാനുള്ള സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് അഹങ്കാരമാണ്. ഇവരുടെ സർക്കാരിനെയോ അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെയോ കുറ്റം പറയുന്നവർക്കാർക്കും ഒരു കോംപ്രമൈസും. ആശാസമരത്തിൽ സംഭവിച്ചതാണ്. സമരങ്ങൾക്ക് മേൽ സമരസപ്പെടാൻ ഇടതുപക്ഷം എന്ന സമര പ്രസ്ഥാനം, വിപ്ലവ പ്രസ്ഥാനം തയ്യാറായിരുന്നില്ല. പക്ഷെ VD സതീശൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമരമുഖം അവസാനിപ്പിച്ച് അവരെ ചേർത്ത് പിടിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചേട്ടൻ പറഞ്ഞ ഒരു ദിവസം ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി, അതായത് പിണറായി വിജയനെ മുഖ്യമന്ത്രിയെ കാണാൻ, അതായത് അദ്ദേഹത്തിൻ്റെ PA ആയ 1-2 പേരോട് അനുവാദം ലഭിച്ചാൽ മാത്രം, അവർ ഓക്കെ എന്ന് പറഞ്ഞാൽ വേണ്ടി മാത്രം മുഖ്യമന്ത്രിയുടെ ചേംബറിലേക്ക് കിടത്തി വിടും. അല്ല, അവരൊക്കെ പറയുന്നതിന് മുമ്പ് സെക്രട്ടേറിയറ്റിന്റെ കവാടത്തിൽ നിന്നും സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് കയറ്റി വിടില്ല. പിന്നാണല്ലോ നിങ്ങൾ PA കാണാൻ പറ്റുക. VD സതീശനെ കാണാൻ ചെല്ലുന്നവർക്കെല്ലാം അദ്ദേഹത്തെ കാണാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കുക, ഇതുവരെ തുടക്കം മാത്രമാണ്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ലൈനിൽ ജനസമ്പർക്ക പരിപാടികൾ VD സതീശൻ ആരംഭിക്കും. ജനങ്ങളുമായി നേരിട്ട് മുഖ്യമന്ത്രി സംബന്ധിച്ചുകൊണ്ട് ഓരോ മേഖലയിലെയും പ്രശ്നങ്ങൾ പഠിച്ച് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകും.
ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ നിലനിൽക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഇപ്പോൾ കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം പരിണതപ്രജ്ഞനായ നേതാവാണ്. അദ്ദേഹത്തിന് ആരോഗ്യവകുപ്പ് കൊടുത്തപ്പോൾ അദ്ദേഹം ആരോഗ്യവകുപ്പിൻ്റെ സെക്രട്ടറി ആക്കി വെച്ചത് ഒരു ഡോക്ടറെയാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പേര് റോജി എം ജോണാണ്. അദ്ദേഹത്തിന് ഉന്നതമായ വിദ്യാഭ്യാസങ്ങളുള്ള വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മുടെ മുഖ്യമന്ത്രി ഡബിൾ PG ബിരുദാനന്തര ബിരുദം. ഞാൻ പറയാം, ഓരോ ഡിപ്പാർട്ട്മെന്റും വിഭജിച്ച് കൊടുത്തേക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. വനം വകുപ്പ് മന്ത്രിയായി ഷിബു ബേബി ജോൺ വരുന്നു. അദ്ദേഹത്തിന്റെ മേഖലകളിലെല്ലാം, കൈവച്ച മേഖലകളിലെല്ലാം കൃത്യമായി സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആളാണ്. സിനിമയും സാംസ്കാരിക വകുപ്പും കൊടുത്തിരിക്കുന്ന PC വിശ്വനാഥനാണ്. ആ മനുഷ്യൻ എന്തുമാത്രം കലയെ സ്നേഹിക്കുന്ന ആളാണെന്നുള്ളത് എല്ലാവർക്കും കൃത്യമായി അറിയാം. ചെറുപ്പക്കാരനായ OJ ജനീഷിനെ കായിക ഏൽപ്പിച്ചിരിക്കുന്നു. യുവജനക്ഷേമം. CP ജോൺ എന്ന് പറയുന്ന ഒരു വലിയ ബുദ്ധിജീവി അല്ലെ തന്ത്രജ്ഞൻ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യനെ KSRTC എഴുതും. അതിനെ വിമർശിച്ചോട്ട് പലരും വരുന്നുണ്ട്. KV ഗണേഷ് കുമാർ 6 ടയർ പഞ്ചറൊട്ടിച്ചിട്ട് ഓടിച്ചുകൊണ്ടിരുന്ന KSRTC. അത് KSRTC എന്ന് പറയുന്നത് ഒരിക്കലും ലാഭത്തിൽ പോകേണ്ട ഒരു സ്ഥാപനമല്ല, ലാഭം ഉണ്ടാക്കേണ്ട ഒരു സ്ഥാപനമല്ല. അത് സേവനമാണ്. ജനങ്ങൾക്ക് സേവനം ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. ഇപ്പോൾ ആരോഗ്യവകുപ്പ് ലാഭത്തിലാക്കണമെന്ന് പറയാൻ പറ്റൂ എന്ന് പറയുന്ന പോലെയാണ് KSRTC. KSRTCയിൽ ഇപ്പോൾ എല്ലാവരുടെയും ഒരു സംശയമായിരുന്നു, ഇവരെങ്ങനെയാണ് ഈ സൗജന്യ യാത്ര കൊടുക്കാൻ പോകുന്നത്. അവർ ലൂപ്പ് ഹോൾ കണ്ടത്. കേന്ദ്രം കൊടുക്കാമെന്ന് പറഞ്ഞ 1000 ബസ്സുകൾ, 1000 ഇലക്ട്രിക് ബസ്സുകൾ, KV ഗണേഷ് കുമാറിന് പുതിയ ബസ്സുകൾ വേണ്ട, ഇവിടെ ആവശ്യത്തിന് ബസ്സുകളുണ്ട് എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത ബസ്സുകളാണ്. ഇത് റിജക്ട് ചെയ്തിട്ട് 180 ബസ്സുകൾ പുതിയത് വാങ്ങുകയും 180 ബസ്സുകൾക്ക് ഓർഡർ കൊടുക്കുകയും ചെയ്തു. പുതിയ ബസ്സുകൾ നേരിട്ട് സംസ്ഥാന സർക്കാർ വാങ്ങുമ്പോൾ എന്തുമാത്രം അതിൽ കമ്മീഷൻ കിട്ടുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ടാറ്റയുടെ കുറേ വണ്ടികൾ വാങ്ങിയപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ടാറ്റ സീറ പത്തനാപുരത്ത് ഗണേശൻ്റെ വീട്ടിൽ വന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ അന്വേഷിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. കേന്ദ്രം കൊടുക്കാമെന്ന് പറഞ്ഞ വണ്ടികൾ സൗജന്യമാണ്. KSRTCക്ക് തലവേദനയില്ല. അല്ല, അവിടെയും ഇടതുപക്ഷത്തിന് ഒരു ഈഗോ അടിച്ചതുകൊണ്ട് ഒരു വാഹനം വേണ്ട എന്നുള്ളൊരു നിലപാടാണല്ലോ എടുത്തത്. ഇടതുപക്ഷത്തിൻ്റെ ഈഗോ അല്ലത്. അത് ഗണേഷ് കുമാർ ക്യാമ്പിന് പുതിയ ബസ്സുകൾ വേറെ പുറത്തുനിന്ന് വാങ്ങിയാൽ മാത്രമേ അവർക്ക് അതുമായി സാമ്പത്തിക പ്രയോജനം ഉണ്ടാകൂ എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ വാങ്ങുന്ന ബസ്സുകളുടെ ചിലവിൻ്റെ പകുതി കേന്ദ്രം കൊടുക്കും, സബ്സിഡി നിരക്ക്. പകുതി സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയാൽ മതി. 116 കോടി രൂപ ഒരു മാസം ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ അതിൻ്റെ പകുതി 58 കോടി കേന്ദ്രം കൊടുക്കാൻ തയ്യാറാണ് ആ ബസ്സുകൾ ഏറ്റെടുത്താൽ. അപ്പോൾ മുന്നിലൊന്നും കാണാതെ അല്ല ഇതൊന്നും പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒരുക്കുക തന്നെ ചെയ്യും ഈ സർക്കാർ. പറഞ്ഞതൊക്കെ നടപ്പിലാക്കുക തന്നെ ചെയ്യും ഈ സർക്കാർ. ജനങ്ങളെ ഒരു വിധത്തിലും മുട്ടിക്കാതെയാണ് മുന്നോട്ടുള്ളത്. അപ്പോൾ ജനങ്ങളെ ഒരു വിധത്തിലും ബുദ്ധിമുട്ടിക്കാതെ UDF സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം ഊച്ചാളി സമരങ്ങളുമായി AA റഹീമിൻ്റെ വാക്കും കേട്ടുകൊണ്ട് ഈ ശിവപ്രസാദ സംഘം ഇറങ്ങിയാൽ പോലീസുകാരാണ് ഇന്നലെ തല്ലിച്ചതച്ചതെങ്കിൽ പൊതുജനം ഇവന്മാരെ തല്ലിച്ചതയ്ക്കുന്ന കാലം വിദൂരമല്ല എന്നുള്ളതാണ്. AA റഹീമിനോടാണ് ഷാഫി പറമ്പിലാവാൻ ശ്രമിക്കരുത്, ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്നുള്ളതാണ്. സമരങ്ങളിൽ അടികൊണ്ട് വീഴുന്ന KSUവിനെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പോലീസിൽ നിന്ന് സംരക്ഷണം ഒഴുക്കുന്ന, പോലീസിന് നേരെ തിരിഞ്ഞു നിന്ന് സംസാരിക്കുന്ന ഈ പറയപ്പെടുന്ന ഷാഫി പറമ്പിൽ നമ്മുടെയൊക്കെ മുന്നിൽ ആ ദൃശ്യങ്ങളുണ്ട്. അത് ആവാൻ ശ്രമിച്ചതാണ് AA റഹീം. പക്ഷെ AA റഹീം എന്ത് കാണിച്ചാലും അത് കോമഡിയായി പോകുന്നുണ്ട് എന്നുള്ളതാണ്. ചില നേതാക്കന്മാർ അങ്ങനെയാണ്, എത്ര ക്വാളിറ്റി ഉണ്ടെങ്കിലും എന്ത് കാണിച്ചാലും കോമഡിയായി മാറും. നമ്മുടെ ഒരു കുഞ്ചാക്കോവന്റെ സിനിമ ഉണ്ടല്ലോ, അതില് ബോംബ് ബ്ലാസ്റ്റ് കൊണ്ട് കുഞ്ചാക്കോവൻ ഹോസ്പിറ്റലിൽ കിടക്കും. അപ്പോൾ ഇന്നസെന്റിന്റെ കഥാപാത്രം വന്നിട്ട് പരിക്കത്തത് കാര്യമായിട്ടില്ല എന്നുള്ള ഒരു മീമാണ് ഇന്നലെ ഗോവിന്ദൻ മാഷ് ശിവപ്രസാദിനെ ഹോസ്പിറ്റലിൽ സന്ദർശിച്ചപ്പോൾ ഗോവിന്ദൻ മാഷും ജയരാജ സഖാവും ഒക്കെ ഹസ്തരേഖാശാസ്ത്രം പഠിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഇവരുടെ കൈയൊക്കെ പിടിച്ച് നോക്കുന്നുണ്ടായിരുന്നു. നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ടത് AA റഹീം, ഇപ്പം ഞാൻ പറയാം, ചാണ്ടിയമ്മൻ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സൈക്കിൾ പ്രചരണം നടത്തി. അതിനുശേഷം അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് സൈക്കിളിലാണ് വന്നത്. മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ കാണാൻ കാൽനടയായി വന്നു. അപ്പോൾ ഇതൊക്കെ ജനം സ്വീകരിച്ചു. എന്നാൽ ഇത് AA റഹീം ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്ക്. AA റഹീം ഒരു സത്യപ്രതിജ്ഞയ്ക്ക് സൈക്കിളിൽ വരികയാണ്. പൊതുജനം അതിനെ എങ്ങനെ കാണും? ഓരോ മനുഷ്യരെ കുറിച്ച് ഓരോ ഇമേജ് ഉണ്ട്. AA റഹീമിന് എന്തൊക്കെ കാണിച്ചാലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു കോമഡി പീസാണ്. DYFI സഖാക്കന്മാരുടെ അടുത്തൊക്കെ ചെന്ന് പുള്ളി കഥാപ്രസംഗ കലാകാരനായിരുന്നു തോന്നുന്നു പണ്ട്. ഈ M സ്വരാജിന്റെ സത്യാനന്തര കാലത്തെ അന്വേഷണങ്ങളെ പോലും ജനം കോമഡിയായി കണ്ടുകിടക്കുന്ന ഒരു കാലത്താണ്. നിങ്ങളുടെ മസിൽപിടുത്തത്തിലോ ഏറുപിടുത്തത്തിലോ ഭീഷണിയിലോ ഒന്നും ഒരു കാര്യമില്ല, പ്രവർത്തിച്ച് കാണിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ സമരം ചെയ്യുന്നതും രണ്ടു കൂട്ടരും സമരം ചെയ്യുന്നതിനിടയിൽ പോലീസ് നടപടി ഉണ്ടാകുന്നതും ഒക്കെ സർവ്വസാധാരണമായ കാഴ്ചയാണ്.
5 വർഷക്കാലവും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. ഈ പാവപ്പെട്ട SFI പിള്ളേരെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കരുത് AA റഹീമും സംഘവും എന്ന് മാത്രമാണ് പറയാനുള്ളത്.